നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 PSC നടത്തിയ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഡിഗ്രി പ്രിലിംസ് ആകുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾ ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ചോദ്യങ്ങളുടെ സോഴ്സും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം റണ്ണിങ് ആണ്. ഇപ്പോൾ ഹോളി ഓഫർ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകൾക്കും 10% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഫസ്റ്റ് കമൻറ്റും പിൻ ചെയ്തേക്കാവേ. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം എന്ന് ഓർക്കുക. അപ്പോൾ പെനിൻസുലാർ പീഠഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളും ഇവ തന്നെയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് NCERT +1 ജോഗ്രഫി സെക്കൻഡ് ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെന്റ് 5ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണ ആകൃതിയാണ് ഉപദ്വീപീയ പീഠഭൂമിക്കുള്ളത്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇന്നും നാളെയും ഹോളി പ്രമാണിച്ച് 10% ഓഫ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കുകയെ ഓൾറെഡി വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ കോഴ്സുകളും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്ക് ഹോളി ഓഫർ കൂടെ കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുവേ. അപ്പോൾ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കോഴ്സുകൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി LGS, അതുപോലെ ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു പോകാൻ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ നിരവധി ബാച്ച് കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ബാച്ച് കോഴ്സിനും ഇപ്പോൾ 10% ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ രാത്രി വരെ മാത്രമേ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. ഇത്രയും വേഗം കോഴ്സ് എടുക്കുന്നവർ വേഗം തന്നെ എടുത്തോളാം. നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCERT, പഴയ SCERT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഷുവർ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം, ഹർഷിതം സ്പെഷ്യൽ, ഷുവർ ഷോർട്ട് GK എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോഴ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്റ്റ്ലി ആപ്പിൽ ചോദിക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എത്രയും വേഗം തന്നെ എടുത്തോളാം. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, വിശ്വസിച്ചങ്ങ് പഠിച്ചോളൂ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഈ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്. ഇപ്പൊ ലോകത്തിലെ പ്രധാന മടക്കു പർവ്വതങ്ങൾ ഏതൊക്കെ? ഹിമാലയ പർവ്വതം, ആൽപ്സ് പർവ്വതം, റോക്കീസ് പർവ്വതം, ആൻഡീസ് പർവ്വതം, അപ്പലാച്ചിയൻ പർവ്വതം, റഷ്യയിലെ യൂറാൽ പർവ്വതം. ഇപ്പൊ ലോകത്തിലെ പ്രധാന മടക്ക് പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ഹിമാലയ പർവ്വതം, യൂറോപ്പിലെ ആൽപ്സ് പർവ്വതം, റോക്കീസ് പർവ്വതം. റോക്കീസ് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ റോക്കീസ് പർവ്വതം. ഇനി തെക്കേ അമേരിക്കയിലാണ് ഏത്? ആൻഡീസ് പർവ്വതം. റഷ്യയിലാണ് ഏത്? യൂറാൽ പർവ്വതം. പിന്നെ അപ്പലാച്ചിയൻ പർവ്വതം എന്നിവ ലോകത്തിലെ പ്രധാന മടക്ക് പർവ്വതങ്ങളാണ്. എന്താണ് ഈ മടക്ക് പർവ്വതങ്ങൾ എന്നാൽ?
ഈ മടങ്ങിപ്പോകുന്നത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് ഫോൾഡിംഗ് സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് രൂപപ്പെടുന്ന പർവ്വതങ്ങളാണ് ഫോൾഡഡ് മൗണ്ടെയിൻസ് അഥവാ മടക്ക് പർവ്വതങ്ങൾ. ഓക്കെ, അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണം പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നിവ അവശിഷ്ട പർവ്വതങ്ങളാണ്. പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഏതാണ്? ഓറോജനിയാണ് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓറോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്താരാഷ്ട്ര പർവ്വത ദിനം എന്ന ഡിസംബർ 11 അന്താരാഷ്ട്ര പർവ്വത ദിനം. പർവ്വതങ്ങളെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം? മടക്കു പർവ്വതങ്ങൾ, ഖണ്ഡപർവ്വതങ്ങൾ, അവശിഷ്ട പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ. അപ്പോൾ പർവ്വതങ്ങളെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. മടക്കു പർവ്വതങ്ങൾ, ഖണ്ഡപർവ്വതങ്ങൾ, അവശിഷ്ട പർവ്വതങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ. മടക്കു പർവ്വതം എന്നാൽ ഫോൾഡ് മൗണ്ടെയിൻസ്, ഖണ്ഡപർവ്വതം എന്നാൽ ബ്ലോക്ക് മൗണ്ടെയിൻസ്, അവശിഷ്ട പർവ്വതം എന്നാൽ റെസിഡ്യുവൽ മൗണ്ടെയിൻസ്, അഗ്നിപർവ്വതം എന്നാൽ വോൾക്കാനിക് മൗണ്ടെയിൻസ്. ഖണ്ഡപർവ്വതങ്ങൾക്ക്, ബ്ലോക്ക് മൗണ്ടെയിൻസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വോസ്ഗസ്, യൂറോപ്പിലെ വോസ്ഗസ് പർവ്വതം, ബ്ലാക്ക് ഫോറസ്റ്റ്, ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റ് എന്നിവ ഖണ്ഡപർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ? ആരവല്ലി അവശിഷ്ട പർവ്വതമാണ്. ഇത് മടക്ക് പർവ്വതമായിട്ടാണ് ആരവല്ലി ആദ്യം രൂപം കൊണ്ടത്. എന്നാൽ കാലാന്തരത്തിൽ അപക്ഷയം സംഭവിച്ച് അവശിഷ്ട പർവ്വതത്തിന്റെ പ്രത്യേകതകളും കാണിക്കുന്നു. അതുകൊണ്ടിപ്പോ അവശിഷ്ട പർവ്വതമായിട്ടാണ് ഇതിനെ പറയുന്നത്? ആരവല്ലിയെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണ്? ആൻഡീസ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാന്ന് ചോദിച്ചാൽ ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഇനി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ആൻഡീസ് ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര ഏതാ? അറ്റ്ലസ് ആണ് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര. യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിരയോ? ആൽപ്സ് ആണ് യൂറോപ്പിലെ ഏറ്റവും വലിയ പർവ്വതനിര. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിരയോ? റോക്കി പർവ്വതനിരയാണ് വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതനിര. ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാ? അക്വാൻക്വാഗയാണ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാ? എവറസ്റ്റ് കൊടുമുടിയാണ് ഉത്തരാർദ്ധ ഗോളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. എവറസ്റ്റ് നേപ്പാളിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? സാഗർമാത എന്ന പേരിൽ അറിയപ്പെടുന്നു. ടിബറ്റിൽ എവറസ്റ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ചോമോ ലാങ്മ എന്ന പേരിൽ അറിയപ്പെടുന്നു. എവറസ്റ്റ് ദിനം എന്ന മെയ് മാസം 29 മെയ് 29 എവറസ്റ്റ് ദിനം. എന്തുകൊണ്ട്? ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത് 1953 മെയ് മാസം 29. അതുകൊണ്ടാണ് മെയ് 29 എവറസ്റ്റ് ദിനമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, എവറസ്റ്റിന്റെ പുനർനിർണയിച്ച ഉയരം എത്രയാ? 8848.86 മീറ്റർ. 8848.86 മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടിയുടെ പുനർനിർണയിച്ച ഉയരം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ശരിയാണ്. ജൂലൈ 4 അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. ശരിയാണ്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്ക് ഉള്ള ചായ്വാണ്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് SCERT 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സെക്കൻഡ് 1ാമത്തെ ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. സൂര്യ സമീപ ദിനം എന്നാൽ പെരിഹീലിയൻ. ജനുവരി 3 പെരിഹീലിയൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അഥവാ പെരിഹീലിയൻ. ജനുവരി 3. ഭൂമി സൂര്യനോട് ഏറ്റവും അകന്നു പോകുന്ന ദിനം ഏതാ? സൂര്യവിദൂര ദിനം അഥവാ അപ്ഹീലിയൻ. സൂര്യവിദൂര ദിനം എന്നാണ്. ജൂലൈ 4 സൂര്യവിദൂര ദിനം. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാ?
66.5 ഡിഗ്രിയാണ്. പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന് എത്രയാണ്? 66.5 ഡിഗ്രിയാണ്. ഇനി ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബ തലത്തിൽ നിന്നുള്ള ചരിവ് എത്രയാണെന്ന് ചോദിച്ചാൽ 23.5 ഡിഗ്രിയാണ്. ലംബ തലത്തിൽ നിന്നുള്ള ചരിവ് ചോദിച്ചാൽ 23.5 ഡിഗ്രിയും പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് ചോദിച്ചാൽ 66.5 ഡിഗ്രിയുമാണെന്ന് ഓർക്കുക. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സൂര്യന്റെ അയനം എവിടെ മുതൽ എവിടം വരെയാണ്? ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കാണ് സൂര്യന്റെ അയനം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്ക്, ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ തിരിച്ച് ഉത്തരായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ഇനി സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയോ ഭൂമധ്യരേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്ക്, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ നിന്നും ഭൂമധ്യരേഖയിലേക്ക്. ഇങ്ങനെയാണ് സൂര്യന്റെ അയനം പോകുന്നത്. അപ്പൊ ഈ മാർച്ച് 21 തുടങ്ങി മാർച്ച് 21 അവസാനിക്കുന്നു. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധ ഗോളത്തിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും? വസന്തകാലം അഥവാ സ്പ്രിംഗ് സീസൺ ആയിരിക്കും. അപ്പൊ ദക്ഷിണാർദ്ധ ഗോളത്തിലും ആ സമയത്ത് ഹേമന്തമായിരിക്കുമേ, ഹേമന്തം. അപ്പോൾ മാർച്ച് 21 മുതൽ ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ മാസം 21 സൂര്യൻ എവിടെ എത്തുന്നത്? ഉത്തരായന രേഖ, അതായത് 23.5 ഡിഗ്രി വടക്ക് എത്തുന്നത്, ഇതിന്റെ മുകളിൽ എത്തുന്നത്. ഈ ദിനത്തെ എന്ത് വിളിക്കും? ഗ്രീഷ്മ അയനാന്ത ദിനം, സമ്മർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധ ഗോളത്തിൽ ഗ്രീഷ്മ അയനാന്ത ദിനം. അപ്പോൾ ഉത്തരാർദ്ധ ഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഏത് ദിനത്തിലാണ്? ഗ്രീഷ്മ അയനാന്ത ദിനത്തിലാണ്. ഗ്രീഷ്മ അയനാന്ത ദിനം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം PSCയുടെ ഉത്തരം 5 5. ഏതൊക്കെയാണ്? ഇരവികുളം ദേശീയോദ്യാനം, സൈലന്റ് വാലി ദേശീയോദ്യാനം, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇരവികുളം ഇടുക്കി ജില്ലയിലാണ്, സൈലന്റ് വാലി പാലക്കാട്, ബാക്കി ചോലകളെല്ലാം ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. ഒറ്റെണ്ണേ ഉള്ളൂ പുറത്ത്, അത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ്. ഇനി ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം 1978. 1978 ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത്. സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ഏതാ? 1984. ആനമുടി ചോല ദേശീയോദ്യാനം 2003, മതികെട്ടാൻ ചോല ദേശീയോദ്യാനം 2003, പാമ്പാടും ചോല ദേശീയോദ്യാനം 2003. അപ്പൊ 2003 3 ദേശീയോദ്യാനങ്ങൾ, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇരവികുളം ദേശീയോദ്യാനം 1978 സൈലന്റ് വാലി ദേശീയോദ്യാനം 1984 ഓർക്കുക. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാ? ഇരവികുളം ദേശീയോദ്യാനം. വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്ത്? നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നതാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം എന്നോർക്കുക. ഇനി പാമ്പാടും ചോല ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാ? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. പാമ്പാടും ചോല ദേശീയോദ്യാനം ഏറ്റവും ചെറുതാണെന്ന് പറഞ്ഞില്ലേ? വിസ്തീർണം എത്രയാ? 1.32 ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തീർണം. 1.32 ചതുരശ്ര കിലോമീറ്റർ. ഇനി സൈലന്റ് വാലിയെ കുറിച്ച് പറഞ്ഞാൽ, സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി വർഷം 1984. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി വർഷം 1985 സെപ്റ്റംബർ 7. 1985 സെപ്റ്റംബർ 7. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവ് ഏതാ? നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് സൈലന്റ് വാലി ഉൾപ്പെടുന്നത്. പുരാണങ്ങളിൽ സൈരന്ദ്രി വനം എന്നറിയപ്പെട്ടത് സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം ഏതാ? 2007. 2007 സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചത്. ഇനി കേരളത്തിലെ ഏക നിത്യഹരിത മഴക്കാട് ഏതാണെന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ്. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി ഏതാ? കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? കുന്തിപ്പുഴ. എന്തുകൊണ്ടാണ് സൈലന്റ് വാലി എന്ന പേര് കിട്ടിയത്? ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് സൈലന്റ് വാലി, നിശബ്ദ താഴ്വര എന്ന പേര് സൈലന്റ് വാലിക്ക് ലഭിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. അടുത്ത ചോദ്യം, സമുദ്രങ്ങളിലെ സൂക്ഷ്മ ജീവികളെ കുറിച്ചും
അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരിലുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസിന്റെ ഫുൾ ഫോം എന്ത്? പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം. കറണ്ട് അഫയേഴ്സ് ആണ്. പ്ലാങ്ക്ടോൺ, എറോസൽ, ക്ലോഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം എന്നതാണ് പേസ് എന്നതിന്റെ പൂർണ്ണരൂപം. ഓക്കെ, പേസ് ഉപഗ്രഹം വിക്ഷേപിച്ച സ്പേസ് എക്സിന്റെ റോക്കറ്റ് ഏത്? ഫാൽക്കൺ 9 എന്ന റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പേസ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത്? സമുദ്രത്തിലെ മൈക്രോ ആൽഗകൾ എന്നറിയപ്പെടുന്ന ഫൈറ്റോ പ്ലാങ്ടനെ കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ ബാധിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നാസ ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത് എന്ന് ഓർക്കുക. ഇനി 2024 ഒക്ടോബർ മാസം 14 നാസ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചു. ആ ഉപഗ്രഹമാണ് യൂറോപ്പ ക്ലിപ്പർ എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് 2024 ഒക്ടോബർ മാസം 14 ഇത് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഏത്? യൂറോപ്പ ക്ലിപ്പർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. സോഴ്സ് അടക്കം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ഇന്ന് ഹോളി ഓഫർ ഉണ്ട്, നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കോളാം. ഒരുപാട് ഡിസ്കൗണ്ടിലാണ് കോഴ്സുകളെല്ലാം പോകുന്നത്. ഇപ്പോൾ ഹോളി ഓഫറും കൂടെ കിട്ടുമ്പോൾ കുറച്ചും കൂടി ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും പിൻ ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കുമേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.